ഉമ്മ 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 അല്ല എന്റെ പണി നേരത്തെ കഴിഞ്ഞാ ഒരു കട്ടൻ എടുക്കട്ടെ? എനിക്ക് കട്ടൻ കൂട്ടൊന്നും വേണ്ട. പിന്നെ 2000 രൂപ വേണം. 2000 ഉറുപ്പ്യ? 2000 ഉറുപ്പ്യക്ക് ഞാനിപ്പോ എവിടെ പോവാനാ? നീ അറിയണം എന്റെ അടുത്ത് 2000 ഉറുപ്പ്യ ഇല്ല. എനിക്ക് വേണമെങ്കിൽ നമ്മളൊരു കട്ടൻ എടുക്കാം. എന്തേ 2000 രൂപ ഇല്ല? എന്റെ കയ്യിൽ 2000 ഉറുപ്പ്യ ഇല്ല. ബാക്കിയുള്ളൊരു കുടുംബശ്രീയുടെ പൈസ തന്നെ അടച്ചിട്ടില്ല. അതെങ്ങനെ അടക്കണ്ടെന്നുള്ള ബേജാറില്ല നമ്മള്. പൈസ ഇല്ലെങ്കിൽ നമ്മുടെ കമ്മൽ കഴിച്ചതാ. കമ്മലാ? എന്ത് പിരാന്തായി പറയുന്നേ? അടുത്ത മാസം ഉപ്പാന്റെ ഓപ്പറേഷൻ തീരുമാനിച്ചു. അതിന്റെ പൈസ ഉണ്ടാക്കാൻ നമ്മള് ബേജാറില്ല. അല്ല മോനെ, ഞാനൊരു ചീട്ടും പൈസ എന്റെ അടുത്ത് തന്നിക്കില്ലേ ഗുളിക വാങ്ങാന്? മറന്നു. നീ അത് വാങ്ങിയില്ല? മറന്നു. അമ്മക്ക് തീരെ വയ്യായിട്ടല്ലേ മോനെ എന്നോട് പറഞ്ഞത്? എനിക്ക് അറിയണ്ട, പറഞ്ഞില്ലേ? നമ്മളെ അടുത്ത് 2000 ഉറുപ്പ്യ ഇല്ല. കമ്മലും നമ്മൾ തരൂല. നിനക്ക് വേണമെങ്കിൽ നമ്മളൊരു ഈ ചായ കുടിക്ക്. കമ്മൽ തരില്ല? കമ്മൽ തരില്ല നമ്മള് പറഞ്ഞല്ലേ ബഷീറെ? നമുക്ക് കമ്മൽ തരില്ല? തരൂല. തരില്ല? തരൂല പറഞ്ഞ തരൂല. ചായ കുടിച്ച മോനെ കാണുന്നില്ലല്ലോ. നേരത്തെ വേണ്ടായിരുന്നല്ലോ.
ഹലോ, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലല്ലേ? ആ സാർ ഇത് കോമത്തരയാണേ. കോമത്തര പതിനീടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ഒരു വെട്ടിയിട്ടുണ്ട്. ആരാണെന്ന് അറിയുന്നില്ല. ഞങ്ങളിവിടെ ഉണ്ട്, നാട്ടുകാരാണ് ഞങ്ങളിവിടെ ഉണ്ട്. സാർ ഇപ്പോൾ വരില്ലേ? ശരി സാർ, ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവും. ശരി. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി കോമത്തുകരയിൽ മകൻ ഉമ്മയെ വെട്ടിക്കൊന്നു. ലഹരിക്ക് അടിമപ്പെട്ട മകൻ 2000 രൂപ നൽകാത്തതിലുള്ള ദേഷ്യത്തിലാണ് സ്വന്തം ഉമ്മയെ വെട്ടിയത്. 60-കാരിയായ ഉമ്മയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതിയെ തേടി പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതെ സാറേ, അതെ കോമത്തര സൈഡിലേക്കാണ് ഓടിയിരിക്കുന്നത്. ആ കോമത്തര അവിടെ വിജനമായിട്ടുള്ള സ്ഥലമില്ലേ, പാരഡൈസിന് കണ്ടോ? അതെ അങ്ങോട്ട് തന്നെയാ. ആ നമ്മുടെ ഏരിയയിലല്ലേ? അതെ ഉടനെ അറസ്റ്റ് ചെയ്യോളാം. ഓക്കെ സാർ, ഓക്കെ. കൊയിലാണ്ടി കോമത്തുകരയിൽ ഉമ്മയെ വെട്ടിക്കൊന്ന മകനെ പോലീസ് പിടികൂടി. ടൗണിലെ പഴയ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന പ്രതി പിടിയിലാവുമ്പോഴും ലഹരി ആയിരുന്നു. ഇയാളിൽ നിന്നും പോലീസ് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. തീർത്തും അക്ഷോഭ്യനായാണ് പ്രതി പെരുമാറിയത്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത്? അമ്മയെയും മക്കളെയും വെട്ടിക്കൊല്ലുന്ന മക്കൾ, 40-കാരിയുടെ കൂടെ ഓടിപ്പോകുന്ന 13-കാരി, ലഹരിക്കടിമപ്പെടുന്ന മക്കളെ പോലീസിനെ ഏൽപ്പിക്കുന്ന ഉമ്മമാർ. കേൾക്കണോ നിങ്ങൾക്ക് മയക്കുമരുന്നിൻ്റെ കഥകൾ? നിങ്ങൾ മൊബൈൽ നോക്കി നിന്നാൽ നിങ്ങൾക്ക് അറിയില്ല. കേൾക്കൂ നിങ്ങൾ മയക്കുമരുന്നിൻ്റെ കഥകൾ. മദ്യം നൽകുന്ന കേവല ആനന്ദത്തേക്കാൾ ഉപരിയായി 1-2 ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് നമ്മുടെ ബോധതലത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് MDMA എന്ന സിന്തറ്റിക് ഡ്രഗ്സ്. MDMA മീഥൈലൈൻ ഡയോക്സി മെത്താഫെറ്റമിൻ എന്ന സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം നമ്മളുടെ കുടുംബ ബന്ധങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നു. നാം ആരോടാണ്? കൊയിലാണ്ടി കോമത്തുകരയിൽ ഉമ്മയെ വെട്ടിക്കൊന്ന മകനെ പോലീസ് പിടികൂടി. ടൗണിലെ പഴയ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന പ്രതി പിടിയിലാവുമ്പോഴും ലഹരി ആയിരുന്നു. ഇയാളിൽ നിന്നും പോലീസ് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. തീർത്തും അക്ഷോഭ്യനായാണ് പ്രതി പെരുമാറിയത്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. Hey!
എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത്? അമ്മയെയും മക്കളെയും വെട്ടിക്കൊല്ലുന്ന മക്കൾ, 40 കാരിയുടെ കൂടെ ഓടിപ്പോകുന്ന 13 ലഹരിക്കടിമപ്പെടുന്ന മക്കളെ പോലീസിനെ ഏൽപ്പിക്കുന്ന ഉമ്മമാർ. കേൾക്കണോ നിങ്ങൾക്ക് മയക്കുമരുന്നിൻ്റെ കഥകൾ? നിങ്ങൾ മൊബൈൽ നോക്കി നിന്നാൽ നിങ്ങൾക്ക് അറിയില്ല. കേൾക്കൂ നിങ്ങൾ മയക്കുമരുന്നിൻ്റെ കഥകൾ. മദ്യം നൽകുന്ന കേവല ആനന്ദത്തേക്കാൾ ഉപരിയായി ഒന്നോ രണ്ടോ ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് നമ്മുടെ ബോധതലത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് MDMA എന്ന സിന്തറ്റിക് ഡ്രഗ്സ്. MDMA മീഥൈലൈൻ ഡയോക്സി മെത്താഫെറ്റമിൻ എന്ന സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം നമ്മളുടെ കുടുംബ ബന്ധങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നു. നാം ആരോടാണ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ തന്നെ കഴിയുകയില്ല. സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ നല്ലൊരു ശതമാനവും MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം മൂലമാണെന്ന് പോലീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വർഷത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വിൽപ്പന നടക്കുന്ന MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ 70% ഉപയോഗിക്കുന്നത് 16-നും 21-നും ഇടയിലുള്ള പ്രായത്തിൽപ്പെട്ടവരാണ്. ഞെട്ടിക്കുന്ന കണക്കുകൾ നമ്മെ ഒരുപക്ഷെ അലോസരപ്പെടുത്തുന്നുണ്ടാവാം. എവിടെയാണ് 16-നും 21-നും ഇടയിൽ പ്രായമുള്ളവർ? അതെ, അവരുള്ളത് വിദ്യാലയങ്ങളിലാണ്. വിദ്യാലയങ്ങൾ, കുട്ടികൾ, അവരാണ് ലഹരി മാഫിയയുടെ പ്രധാന ലക്ഷ്യം. ഓരോ രക്ഷിതാക്കളും ഈ വസ്തുത മനസ്സിലാക്കണം. മക്കളെ വിശ്വാസത്തിലെടുക്കണം. എന്നാൽ അവരുടെ ഓരോ പ്രവർത്തനവും നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഡ്രഗ്സിൻ്റെ ഉപയോഗം അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ തുടങ്ങിയ രക്തബന്ധങ്ങൾ ഒക്കെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. ഓരോ വീടും കുടുംബവും ഈ ലഹരി വിഭവത്തിനെതിരെ ചെറുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വീട്ടിലെ എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരായി തീരണം. സന്തോഷമായാലും സങ്കടമായാലും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യം ഓരോ വീട്ടിലും ഉണ്ടാവണം. നമ്മളിൽ നിന്ന് എന്നോ അകന്നുപോയ ആ പഴയകാല നന്മകളെ നമുക്ക് തിരിച്ചു പിടിക്കാം. അതിനായി നമുക്ക് ഒരുമിക്കാം. ഇതാ കേൾക്കൂ, പുതിയ തലമുറയിലാണ് നമ്മുടെ പ്രതീക്ഷ. അവരെന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. വരൂ കൂട്ടരെ, വരൂ, ഫുട്ബോൾ കളിക്കാം. ഫുട്ബോളാണ് നമ്മളുടെ ലഹരി. നമുക്ക് വായിക്കാം. വായനയാണ് നമ്മുടെ ലഹരി. അതെ, പുതിയ കുട്ടികളിലാണ് നമ്മുടെ പ്രതീക്ഷ. ലഹരി നമുക്ക് വേണ്ട. ജീവിതമാണ് നമ്മുടെ ലഹരി. ലഹരി നമുക്ക് വേണ്ട. ലഹരി നമുക്ക് വേണ്ട. ജീവിതമാണ് നമ്മുടെ ലഹരി. ലഹരി മാഫിയക്കെതിരെ ചെറുത്തുനിൽപ്പിൻ്റെ പുതിയ ചരിത്രം നമുക്ക് രചിക്കാം. ഇതാ ഈ വേദിയിൽ പ്രതിരോധത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ പ്രതീകാത്മക ചിരാതുകൾ നമുക്ക് തെളിയിക്കാം. എല്ലാവരും മൺചിരാത് കത്തിക്കുക. എല്ലാവരും മൺചിരാത് കത്തിക്കുക. ഈ മൺചിരാതിൻ്റെ ഇത്തിരി വെട്ടം ഒരു പ്രതിരോധമായി നമുക്ക് അടയാളപ്പെടുത്താം. ഈ പ്രതിരോധത്തിൽ അണിചേരുവാൻ ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ലൈറ്റ് ഓഫ്.
ഈ പ്രതിരോധത്തിൽ പങ്കാളികളാകുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മൊബൈൽ ഫോൺ വെളിച്ചം തെളിയിച്ച് ഈ പ്രതീകാത്മക പ്രതിരോധത്തിൽ പങ്കാളികളാകണമെന്ന് വിനയപുരസ്കരം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും മൊബൈൽ ഫോൺ വെളിച്ചം കത്തിച്ച് ഈ ഒരു പ്രതിരോധത്തിൽ പങ്കാളികളാവണമെന്ന് വിനയപുരസ്കരം ആവശ്യപ്പെടുകയാണ്. ലഹരി നമുക്ക് വേണ്ട, ലഹരി നമുക്ക് വേണ്ട. ജീവിതം തന്നെയാണ് നമ്മുടെ ലഹരി, ജീവിതം തന്നെയാണ് നമ്മുടെ ലഹരി. താങ്ക് യു. ഈ ഒരു ലഹരിക്കെതിരെയുള്ള വിപത്തിനെതിരെ ഒരു മൺചിരാതിനാൽ നമ്മൾ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കാളികളായതിന് ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ നന്ദിയും കടപ്പാടും നിങ്ങളെ അറിയിക്കുകയാണ്. പക്ഷേ നമ്മൾ സന്തോഷിക്കുക മാത്രമല്ല, ലഹരി മാഫിയ അതിശക്തരാണ്, ലഹരി മാഫിയ അതിശക്തരാണ്. അതിനേക്കാൾ ശക്തരായിരിക്കണം നമ്മുടെ ജാഗ്രത. ലഹരി മാഫിയ അതിശക്തരാണ്, അതിനേക്കാൾ ശക്തരമായിരിക്കണം നമ്മുടെ ജാഗ്രത. കേരളത്തിലെ ഏതോ ജില്ലയിൽ, ഏതോ താലൂക്കിൽ, ഏതോ വില്ലേജിൽ അമ്മയെയും അച്ഛനെയും വെട്ടിക്കൊന്ന് MDMAക്ക് അടിമപ്പെട്ട മകൻ കടന്നു കളഞ്ഞിരിക്കുന്നു. ആ സ്ഥലത്തെ പോലീസ് പ്രതിയെ തേടി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു.